നമസ്കാരം. ഞാൻ ബെന്നി ലൂക്കോസ്, താമരശ്ശേരി രൂപതയുടെ പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറി. ദീർഘകാലം അധ്യാപകനും പ്രധാന അധ്യാപകനുമായി ജോലി ചെയ്ത ശേഷം വിശ്രമജീവൻ നയിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. കോടഞ്ചേരി സെൻറ്റ് ജോസഫ്സ് LP സ്കൂൾ അധ്യാപിക അലീന ബെന്നിയുടെ അകാല വേർപാട് മായാത്ത നൊമ്പരമായി നീറുകയാണ്. അതേസമയം ഈ അധ്യാപികയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ അഭ്യൂഹങ്ങളും കിംവദന്തികളും അടിസ്ഥാനരഹിതവും സത്യവിരുദ്ധവുമായ വ്യാജ വാർത്തകളും സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. സത്യം തമസ്കരിച്ചുകൊണ്ട് സ്കൂൾ മാനേജ്മെൻറ്റിനെ പ്രതിക്കൂട്ടിൽ നിർത്താനും അസത്യത്തിൻ്റെ പുകമറ സൃഷ്ടിക്കാനുമുള്ള ഗൂഢനീക്കം അണിയറയിൽ തകൃതിയായി നടക്കുന്ന ഈ പ്രത്യേക സാഹചര്യത്തിലാണ് ഈ സംഭവത്തിൻ്റെ നിജസ്ഥിതി പൊതുസമൂഹത്തെ അറിയിക്കുന്നതിനായി രൂപതയുടെ പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറി കൂടിയായ ഞാൻ ഈ വിശദീകരണത്തിന് തയ്യാറാകുന്നത്. 7 സ്കൂൾ ജീവനക്കാരുടെ നിയമനാംഗീകാരവുമായി ബന്ധപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ കാലങ്ങളായി നിലനിൽക്കുന്ന സാങ്കേതികത്വത്തിൻ്റെ ചുവപ്പ് നാടയും ഫയലുകളിൽ സമയബന്ധിതമായി തീരുമാനമെടുക്കുന്നതിൽ ബന്ധപ്പെട്ട അധികാരികൾ വരുത്തുന്ന അലംഭാവവുമാണ് ഈ അധ്യാപികയുടെ മരണത്തിലേക്ക് നയിച്ച പ്രധാന കാരണമെന്ന് ആമുഖമായി പറയേണ്ടതുണ്ട്. എല്ലാ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കോഴ വാങ്ങിയാണ് നിയമനം നടത്തുന്നത് എന്ന മിഥ്യാധാരണയും മുൻവിധിയുമാണ് ഈ ദാരുണ സംഭവത്തിൽ മാനേജ്മെൻറ്റിനെ കുറ്റപ്പെടുത്താനുള്ള ചിലരുടെ അമിത താല്പര്യത്തിന് പിന്നിലെന്ന് ആർക്കും മനസ്സിലാവും. ഈ അധ്യാപികയുടെ നിയമനത്തിനായി വൻതുക മാനേജ്മെൻറ്റ് കോഴ വാങ്ങിയിട്ടുണ്ട്. വർഷങ്ങളായിട്ടും സ്ഥിര നിയമനം നൽകിയിട്ടില്ല. നിയമനാംഗീകാരത്തിന് ആവശ്യമായ നടപടികൾ മാനേജ്മെൻറ്റ് യഥാസമയം സ്വീകരിച്ചിട്ടില്ല. 6 വർഷമായിട്ടും ശമ്പളം നൽകിയിട്ടില്ല. സമ്മർദ്ദം ചെലുത്തി നിയമനാംഗീകാരം വേണ്ട എന്ന് അധ്യാപികയോട് എഴുതി വാങ്ങിച്ചു എന്നിവയാണ് ഈ അവസരത്തിൽ ഉയരുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങൾ. ഈ മാനേജ്മെൻറ്റിന് കീഴിൽ വ്യവസ്ഥാപിതമായ മാർഗങ്ങളിലൂടെ മെറിറ്റ് അടിസ്ഥാനത്തിലാണ് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് എന്നാണ് എൻ്റെ അനുഭവം. 17/6/2019 മുറ്റോറ്റിക്കൽ LP സ്കൂളിലുണ്ടായ ഒരു താൽക്കാലിക ഒഴിവിലാണ് അലീന ബെന്നിയെ ദിവസവേതന അടിസ്ഥാനത്തിൽ ആദ്യം നിയമിക്കുന്നത്. ഈ നിയമനത്തിനായി അധ്യാപികയിൽ നിന്നും 1 രൂപ പോലും മാനേജ്മെൻറ്റ് കോഴ വാങ്ങിയിട്ടില്ല എന്ന് ഉത്തമ വിശ്വാസത്തോടെ പറയാൻ സാധിക്കും. നിയമന സമയത്ത് കേട്ടിട്ട് യോഗ്യത ഇല്ലായിരുന്നുവെങ്കിലും വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ഇളവ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലും കുട്ടിയുടെ പിതാവിൻ്റെ പ്രത്യേക അപേക്ഷ പ്രകാരവുമാണ് വീടിന് തൊട്ടടുത്തുള്ള സ്കൂളിൽ തന്നെ ഈ അധ്യാപികയ്ക്ക് താൽക്കാലിക നിയമനം നൽകാൻ മാനേജ്മെൻറ്റ് തയ്യാറായത്. നിയമനാംഗീകാര അപേക്ഷ യഥാസമയം താമരശ്ശേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് അനുബന്ധ രേഖകൾ സഹിതം സമർപ്പിച്ചു. കേരള വിദ്യാഭ്യാസ നിയമപ്രകാരം എയ്ഡഡ് വിദ്യാലയങ്ങളിലെ നിയമനാധികാരി സ്കൂൾ മാനേജറാണ്. എന്നാൽ നിയമനാംഗീകാരം നൽകേണ്ടതും ശമ്പളമടക്കമുള്ള ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി നൽകേണ്ടതും ബന്ധപ്പെട്ട വിദ്യാഭ്യാസ അധികാരികളാണ്. നിയമനം നടന്ന് 15 ദിവസത്തിനുള്ളിൽ നിയമനാംഗീകാര അപേക്ഷ മാനേജർ സമന്വയ പോർട്ടൽ വഴി ഓൺലൈനായി സമർപ്പിക്കണമെന്നും പ്രസ്തുത അപേക്ഷയിൽ പരമാവധി ഒരു മാസത്തിനുള്ളിൽ ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ഓഫീസർ തീരുമാനമെടുക്കണമെന്നുമാണ് നിയമനം സംബന്ധിച്ച് സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഈ അധ്യാപികയുടെ 2019 താൽക്കാലിക നിയമനം കേട്ടിട്ട് യോഗ്യത നേടിയില്ല എന്ന കാരണത്താൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ തിരിച്ചയക്കുകയാണ് ഉണ്ടായത്. താൽക്കാലിക നിയമനകാലം പൂർത്തിയായതിനെ തുടർന്ന് 1/1/2020 മുതൽ ഈ അധ്യാപിക സേവനത്തിൽ ഉണ്ടായിരുന്നില്ല. ഇവരുടെ ആദ്യത്തെ നിയമനം താമരശ്ശേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കേട്ടിട്ട് നേടിയിട്ടില്ല എന്ന കാരണം ചൂണ്ടിക്കാണിച്ച് നിയമന അംഗീകാരം നിരസിച്ച AEOയുടെ ഉത്തരവിൻ്റെ പകർപ്പാണിത്. കോവിഡ് പ്രതിസന്ധിക്ക് ശേഷം 15/7/2021 മുതൽ എയ്ഡഡ് വിദ്യാലയങ്ങളിൽ സ്ഥിര നിയമനം നടത്തുന്നതിന് സർക്കാർ അനുമതി ലഭിച്ചതിനെ തുടർന്ന് 22/7/2021 മുതൽ മുറ്റോറ്റിക്കൽ സ്കൂളിൽ തന്നെ ഈ അധ്യാപികയ്ക്ക് പ്രൊബേഷണൽ LPST ആയി സ്ഥിര നിയമനം നൽകുകയാണ് ഉണ്ടായത്. 2021 ജൂലൈ 15 ശ്രീമതി അലീന ബെന്നിക്ക് മുറ്റോറ്റിക്കൽ LP സ്കൂളിൽ നൽകിയ നിയമനം സ്ഥിരം തസ്തികയിൽ സ്ഥിരം നിയമനം ആയിരുന്നു. അച്ചടക്ക നടപടികളുടെ ഭാഗമായി സർവീസിൽ നിന്നും നീക്കം ചെയ്ത ഷിനി SBയുടെ ഒഴിവിലാണ് അലീനയ്ക്ക് നിയമനം നൽകിയത്. എന്നാൽ അധ്യാപികയെ നീക്കം ചെയ്ത നടപടിക്ക് വകുപ്പ് തല അനുമതി ലഭിച്ചില്ല എന്ന കാരണത്താൽ ഈ സ്ഥിര നിയമനം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ നിരസിച്ചു. ഇത് അലീന ബെന്നിക്ക് മുറ്റോറ്റിക്കൽ സ്കൂളിൽ സ്ഥിരം തസ്തികയിൽ തുടർച്ചയായി നിയമനം നൽകിക്കൊണ്ട് മാനേജർ സമർപ്പിച്ച നിയമന അംഗീകാര ഉത്തരവാണ്.
ഈ നിയമനം നിരസിച്ച ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ ഉത്തരവാണിത്. 1/1/2020 മുതൽ അനധികൃതമായി സർവീസിൽ നിന്നും വിട്ടുനിൽക്കുന്ന ശ്രീമതി ഷിനി SP എന്ന അധ്യാപികയെ അച്ചടക്ക നടപടിയുടെ ഭാഗമായി സർവീസിൽ നിന്ന് നീക്കം ചെയ്ത മാനേജറുടെ സ്വാഭാവികമായ നിയമാനുസൃതമായ നടപടിക്ക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുമതി ലഭിക്കും എന്ന അനുമാനത്തിലും ഒപ്പം വിദ്യാർത്ഥികളുടെ പഠനാവശ്യം കൂടി മുൻനിർത്തിയാണ് ഒഴിവുണ്ടായതിനു ശേഷം 1.5 വർഷത്തിന് ശേഷം ഈ തസ്തികയിൽ മാനേജ്മെൻറ്റ് നിയമനം നടത്തിയത്. നിയമനാംഗീകാരം നിരസിച്ച ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ നടപടിക്കെതിരെ നിയമാനുസൃതം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് മാനേജർ അപ്പീൽ നൽകി. എന്നാൽ ഈ അപ്പീൽ പരിഗണിച്ച താമരശ്ശേരി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട് സർക്കാർ നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടില്ല എന്ന കാരണം ചൂണ്ടിക്കാണിച്ച് അലീന ബെന്നിയുടെ നിയമനാംഗീകാരവുമായി ബന്ധപ്പെട്ട് കോർപ്പറേറ്റ് മാനേജർ സമർപ്പിച്ച അപ്പീൽ നിരസിക്കുകയുണ്ടായി. താമരശ്ശേരി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ സമന്വയ വഴിയുള്ള നിയമനാംഗീകാരം നിരസിച്ച ഉത്തരവാണിത്. തുടർന്ന് നിയമം അനുശാസിക്കുന്ന വഴിയിലൂടെ വകുപ്പ് തലവനായ അപ്പീൽ അധികാരിയായിട്ടുള്ള പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് മാനേജർ അപ്പീൽ സമർപ്പിച്ചു. എന്നാൽ ഇതാണ് അപ്പീൽ സമർപ്പിച്ചതിൻ്റെ സമന്വയ സമർപ്പിച്ചതിൻ്റെ കോപ്പിയാണ്. എന്നാൽ ഈ അപ്പീൽ സമർപ്പിച്ച് 1.5 വർഷക്കാലമായിട്ടും ഇതുവരെയും ഇത് സംബന്ധിച്ച് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസിൽ നിന്നും യാതൊരു നടപടികളും സ്വീകരിച്ചിട്ടില്ല. മുത്തോറ്റിക്ക സ്കൂളിലെ അലീന ബെന്നിയുടെ നിയമനം അംഗീകരിക്കപ്പെടാത്തതിനാൽ പ്രസ്തുത സ്കൂളിൽ പിന്നീട് നിയമിതരായ ഏതാനും അധ്യാപകരുടെ നിയമന അംഗീകാരവും തടസ്സപ്പെട്ടിരുന്നു. അലീനയ്ക്ക് കോടഞ്ചേരി സ്കൂളിൽ മാറ്റി നിയമനം ലഭിച്ച ശേഷം ഈ അധ്യാപകർ അലീനയോട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തൻ്റെ സഹപ്രവർത്തകർക്ക് നിയമനാംഗീകാരം ലഭിക്കണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് മുത്തോറ്റിക്ക സ്കൂളിലെ അതുവരെയുള്ള തൻ്റെ നിയമനം പിൻവലിക്കുന്നതിന് സമ്മതം അറിയിച്ചുകൊണ്ട് സ്വമേധയാ കത്ത് നൽകിയത്. ഇക്കാര്യത്തിൽ മാനേജ്മെൻറ്റ് യാതൊരു സമ്മർദ്ദവും ചെലുത്തിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. പുതിയ നിയമനം ലഭിച്ച ശേഷം 5 മാസത്തിന് ശേഷമാണ് ഇത്തരമൊരു കത്ത് നൽകാൻ അലീന തയ്യാറായത്. നാളിതുവരെ അതിനുശേഷം അലീനയോ രക്ഷിതാക്കളോ ഇത് സംബന്ധിച്ച് യാതൊരു ആക്ഷേപവും ഉന്നയിച്ചിട്ടുമില്ല. വാസ്തവം ഇതായിരിക്കെ ഈ അധ്യാപികയിൽ നിന്നും നിർബന്ധം ചെലുത്തി കത്ത് എഴുതി വാങ്ങിച്ചുവെന്ന ആക്ഷേപം നട്ടാൽ കുരുക്കാത്ത നുണയാണ്. മുത്തോറ്റി സ്കൂളിലെ സ്ഥിര നിയമനം 2 വർഷമായിട്ടും അംഗീകരിക്കപ്പെടാത്ത സാഹചര്യത്തിൽ സാങ്കേതിക തടസ്സങ്ങളില്ലാത്ത മറ്റൊരു സ്കൂളിലെ ഒഴിവിലേക്ക് നിയമനം മാറ്റി നൽകണമെന്ന് അലീന ബെന്നിയും പിതാവ് ബെന്നിയും നിരവധി തവണ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് മാനേജ്മെൻറ്റ് കോടഞ്ചേരി സെൻറ് ജോസഫ് LP സ്കൂളിലുണ്ടായ ഒരു റെഗുലർ ഒഴിവിൽ 5/6/2024 മുതൽ അലീനയെ മാറ്റി നിയമിച്ചത്. ഈ നിയമനവും അംഗീകരിക്കുന്നതിനാവശ്യമായ രേഖകൾ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് 15 ദിവസത്തിന് മുമ്പായി തന്നെ സമന്വയ പോർട്ടൽ വഴി സമർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ നിയമനാംഗീകാര അപേക്ഷ ഓൺലൈനായി സമർപ്പിച്ച് 8 മാസം കഴിഞ്ഞിട്ടും താമരശ്ശേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഈ ഫയലിൽ യാതൊരു തീരുമാനവും എടുത്തിട്ടില്ല എന്ന് ഇത് സംബന്ധിച്ച രേഖകൾ പരിശോധിച്ചാൽ മനസ്സിലാവും. 8 മാസങ്ങൾക്ക് ശേഷം 3/1/2025 ചില അധിക രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മാനേജർക്ക് കുറിപ്പ് നൽകുകയും അതുപ്രകാരം ആവശ്യപ്പെട്ട എല്ലാ രേഖകളും മാനേജർ 14/1/2025 തന്നെ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കോടഞ്ചേരി സ്കൂളിലെ അലീന ബെന്നിയുടെ നിയമനാംഗീകാരത്തിന് ആവശ്യമായ രേഖകൾ സമർപ്പിക്കുന്ന കാര്യത്തിൽ ഈ മാനേജ്മെൻറ്റ് യാതൊരു കാലതാമസവും വരുത്തിയിട്ടില്ല എന്ന് ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. അലീന ബെന്നിക്ക് നിയമനാംഗീകാരവും ശമ്പളമടക്കമുള്ള ആനുകൂല്യങ്ങളും അനുവദിക്കേണ്ടത് വിദ്യാഭ്യാസ വകുപ്പ് അധികാരികളാണ്. അതിനായി നിയമം അനുശാസിക്കുന്നതും സാധ്യമായതുമായ എല്ലാ നടപടികളും സ്കൂൾ മാനേജ്മെൻറ്റ് യഥാസമയം കൈക്കൊണ്ടിട്ടുണ്ട് എന്ന് ഉത്തമ വിശ്വാസത്തോടെ അറിയിക്കുകയാണ്. അതുപോലെ അലീന ബെന്നിക്കൊപ്പം നിയമനാംഗീകാരവും ലഭിക്കാതെ സാങ്കേതികത്തിൻ്റെ ചുവപ്പ് നാടയിൽ കുരുങ്ങി വർഷങ്ങളായി നിയമനാംഗീകാരവും ശമ്പളവും ഇല്ലാതെ ദുരിതക്കയറ്റിലകപ്പെട്ടിട്ടുള്ള ഇടവേളകളിൽ കൂലിപ്പണിക്ക് പോകാൻ നിർബന്ധിതരായിട്ടുള്ള ഒട്ടേറെ അധ്യാപകർ ഈ മാനേജ്മെൻറ്റിന് കീഴിലും മറ്റ് വിദ്യാലയങ്ങളിലും ഈ സംസ്ഥാനത്തും വിവിധ വിദ്യാലയങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ടെന്ന വസ്തുതയും അധികാരികളുടെയും പൊതുസമൂഹത്തിൻ്റെയും ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.